വിവാഹം കഴിക്കാൻ പാടില്ലാത്ത രാശികൾ അങ്ങനെയും ഉണ്ടോ എന്ന് ഇപ്പോഴുള്ളവർ ചോദിച്ചേക്കാം. ജ്യോതിഷപ്രകാരം വിവാഹപുരത്ത് നോക്കുമ്പോൾ വധൂവരന്മാരുടെ രാശികൾ തമ്മിൽ 6, 8 എന്ന ക്രമത്തിൽ വരുന്നത്, അതായത് ഷഷ്ടാഷ്ടമ ദോഷം വരുന്നത് ഒഴിവാക്കാറുണ്ട്. ഉദാഹരണത്തിന് മേടം രാശിക്കാരും കന്നി അല്ലെങ്കിൽ വൃശ്ചികം രാശിക്കാരും തമ്മിലും ചിങ്ങം രാശിക്കാരും മകരം അല്ലെങ്കിൽ മീനം രാശിക്കാരും തമ്മിലും വിവാഹം കഴിക്കുന്നത് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കും സമാധാനക്കുറവിനും കാരണമാകുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ രാശി അധിപന്മാർ ശത്രുക്കളായി വരുന്ന മിഥുനവും വൃശ്ചികവും കുംഭവും കർക്കിടകവും തമ്മിലുള്ള വിവാഹബന്ധങ്ങളും അത്ര ശുഭകരമല്ല. എങ്കിലും രാശി പൊരുത്തം കുറവാണെങ്കിലും രാശിയാധിപന്മാർ തമ്മിൽ സൗഹൃദമുണ്ടെങ്കിലോ വധൂവരന്മാരുടെ ഗ്രഹനിലയിൽ പാപസാമ്യവും ദശാസന്ധിയും അനുകൂലമാണെങ്കിലോ ഈ ദോഷങ്ങൾ ഇല്ലാതാകാറുണ്ട്. അതുകൊണ്ട് രാശി മാത്രം നോക്കി തീരുമാനമെടുക്കാതെ ഒരു വിദഗ്ധ ജ്യോത്സ്യനെ കൊണ്ട് രണ്ടുപേരുടെയും സമ്പൂർണ്ണ ജാതകം പരിശോധിച്ചു മാത്രം മുന്നോട്ട് പോകുക. ഓർക്കുക, ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. പരസ്പരം സ്നേഹവും ധാരണയുമാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിസ്ഥാനം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ദമ്പതിമാർക്ക് പൊരുത്തങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് തന്നെയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പരസ്പരം സ്നേഹിച്ചും മോഹിച്ചും മുന്നോട്ട് പോകുക.